പാകിസ്ഥാനികളുമായി അടുത്ത ബന്ധം. AK-47 വാങ്ങാൻ ശ്രമം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കാൻ ആഹ്വാനം നടത്തിയ അസം സ്വദേശി തൃശൂരിൽ അറസ്റ്റിൽ. അസം മൊറിഗോൺ സ്വദേശിയായ റോസിദുൾ ഇസ്ലാമിനെയാണ് കയ്പമംഗലം പോലീസ് പിടികൂടിയത്. ചന്ദ്രാപിന്നി സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ അബ്ദുൾ സാഗറിന്റെ ഉടമസ്ഥതയിലുള്ള ഉപഹാര എന്ന പന്തൽ വർക്ക് സ്ഥാപനത്തിലെ തൊഴിലാളിയാണ് റസിദുൾ ഇസ്ലാം. അബ്ദുൾ സാഗറിന്റെ വീടിനോട് ചേർന്നുള്ള ഗോഡൌണിന് മുകളിലായി കഴിഞ്ഞ 2 വർഷമായി ഇയാൾ താമസിച്ചു വരികയായിരുന്നു. ഇയാൾക്കൊപ്പം മറ്റു 4 അസം സ്വദേശികളും ഇവിടെ താമസിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലുള്ള തന്റെ അമ്മാവനുമായി ഫോൺ വഴിയും പാകിസ്ഥാനിലുള്ള ചില വ്യക്തികളുമായി ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴിയും ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിന്ന് മാരക പ്രഹരശേഷിയുള്ള AK തോക്കുകൾ വാങ്ങുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിയതായും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രതിയുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ബംഗ്ലാദേശിൽ ഹിന്ദു യുവാക്കളെ കൊലപ്പെടുത്തിയതിനെ പിന്തുണച്ച് ഫോട്ടോകളും വീഡിയോകളും പ്രചരിപ്പിച്ചിരുന്നു. കൂടാതെ ഹിന്ദുക്കളെ അപായപ്പെടുത്തണമെന്ന് ഹിന്ദിയിൽ ആഹ്വാനം ചെയ്ത വീഡിയോകളും ഇയാൾ പ്രചരിപ്പിച്ചിരുന്നതായും കണ്ടെത്തി. ഇയാളുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചും ലഹളയുണ്ടാക്കാനുള്ള പ്രകോപനപരമായ നീക്കങ്ങളെക്കുറിച്ചും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. അതേസമയം നമ്മുടെ തൊട്ടയൽപ്പക്കത്ത് വീണ്ടും പ്രക്ഷോഭങ്ങളുടെ കനൽ എരിയുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് ഹസീന സർക്കാർ പുറത്തായതോടെ തണുക്കുമെന്ന് കരുതിയ ബംഗ്ലാദേശ് രാഷ്ട്രീയം ഇപ്പോൾ ഇന്ത്യ വിരുദ്ധതയുടെ പുതിയ താവളമായി മാറുന്നു. ഒരു രാഷ്ട്രീയ മാറ്റത്തിനപ്പുറം ആസൂത്രിതമായ ഹിന്ദു വേട്ടയും ഇന്ത്യൻ പൗരന്മാരെ ലക്ഷ്യം വെച്ചുള്ള പ്രകോപനങ്ങളും അയൽ രാജ്യത്ത് പതിവാവുകയാണ്. എന്താണ് ബംഗ്ലാദേശിൽ പെട്ടെന്നുണ്ടായ ഈ ഇന്ത്യ വിരുദ്ധ വികാരത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി അറിയേണ്ടതാണ്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് എണ്ണ പകർന്ന് ഇൻക്ലാബ് മഞ്ച് നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ വധമാണ്. ഇന്ത്യയുടെ നയങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്ന ഹാദിക്ക് ഡിസംബർ 12-ന് ധാക്കയിൽ വെച്ച് വെടിയേൽക്കുകയും പിന്നീട് ഇയാൾ സിംഗപ്പൂരിൽ ചികിത്സയിലായിരിക്കെ മരിക്കുകയും ചെയ്തു. ഹാദിയുടെ മരണത്തിന് പിന്നിൽ ഭാരതത്തിന്റെ കരങ്ങളാണെന്ന അടിസ്ഥാനരഹിതമായ ആരോപണമാണ് തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ അവിടെ പ്രചരിപ്പിക്കുന്നത്. ഇതിനു പിന്നാലെയാണ് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഓഫീസുകൾക്ക് നേരെ ആക്രമണങ്ങളും ഇന്ത്യാവിരുദ്ധ മുദ്രാവാക്യങ്ങളും ഉയർന്നത്. മൈമൻസിംഗിലെ ദാലൂക്കയിൽ ദീപു ചന്ദ്രദാസ് എന്ന 27-കാരനായ ഹിന്ദു യുവാവിനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന് തീയിട്ട സംഭവം ലോക മനസാക്ഷിയെ നടുക്കുന്നതായിരുന്നു. ദൈവനിന്ദ ആരോപിച്ചതായിരുന്നു ഈ ക്രൂരതയെങ്കിലും അന്വേഷണത്തിൽ അത്തരമൊരു കുറ്റം നടന്നതായി തെളിഞ്ഞിട്ടില്ല. ഇത് കേവലം ഒരു ക്രിമിനൽ കുറ്റമല്ലെന്നും ഇന്ത്യയോടുള്ള വിദ്വേഷം അവിടെയുള്ള ന്യൂനപക്ഷമായ ഹിന്ദുക്കളോട് തീർക്കുകയാണെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ദീപുദാസിന്റെ വധം രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കാണ് വഴി തുറന്നത്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയത് ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തെയും അവരെ പിന്തുണയ്ക്കുന്ന സംഘടനകളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. ഹസീനയെ ഉടൻ വിട്ടു നൽകണമെന്നും ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര കോടതിയെ സമീപിക്കുമെന്നും ഇൻക്ലാബ് മഞ്ച് പോലുള്ള സംഘടനകൾ ഭീഷണിപ്പെടുത്തുന്നു. ഹസീന ഡൽഹിയിൽ ഇരുന്ന് നടത്തുന്ന പ്രസ്താവനകൾ ബംഗ്ലാദേശിലെ സമാധാന അന്തരീക്ഷം തകർക്കുന്നു എന്നാണ് ഇവരുടെ വാദം. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.